എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി. എന്റെ ഒരു ചായ തോന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണു നോക്കും. അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും. ആകാശ്, ദേ ചേട്ടൻ. കൂട്ടുകാരൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ്, അവനല്ലടേ. നീയല്ലേ ഉറപ്പിച്ച് പറഞ്ഞ അവനാണ് ഇവനെന്ന്. നിന്റെ ഓരോ ജൽപ്പനങ്ങളെ പട്ടി. പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. ഓ, ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. യെസ്. വിട് 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 കുട്ടാ, ഈ കുട്ടി. ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ? ഫുൾ ടൈം ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കണത്. എനിക്കിതിനെ കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നുന്നത്. പാവോ? പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവം എന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കിയണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആ പാവന്നല്ല, അതിന്റെ നോട്ടും ഭാവം കണ്ടിട്ട് പാവം തോന്നുന്നു. തല വല്ല വണ്ടിയും കൊണ്ടുപോകും. അകത്തിട്. അതെ, ഇയാൾക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. മമ്മിയല്ല, നിമ്മി. നിമ്മി. അതെന്താ മമ്മി എന്ന് വിളിക്കണേ? ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി എന്നാണ് അർത്ഥം. പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ച ശവം എന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്? എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ് മോനെ, ആകാശു അവിടെ അല്ലേ? ഇവിടെ വലത്തേക്ക് ഓടിക്കേ, വലത്തേക്ക്. റൈറ്റ് ഓടിയട്ടെ, റൈറ്റ് ഓടിയട്ടെ. അങ്ങനെ അങ്ങോട്ട് പോരട്ടെ, പോരട്ടെ, അവിടെ ഓടിയട്ടെ. അത് മോനെ, ഈ ഏട്ടനെ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയൂ. ട്രൂ ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ? പെട്ടിന്നറിയേ? കാശ്, റുപ്പീസ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാൽ മനസ്സിലാവില്ല. ജർമ്മനിയിൽ റുപ്പീസ് എന്നാ യൂറോയാ. യൂറോ, യൂറോ. അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ചന്ദ്ര ഉണ്ടെന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ? വേണ്ട വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞ അതോടെ തീർന്നുവല്ല. പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. എടാ ഉസ്മാനെ, വണ്ടി ചവിട്ടി വിടറാ. വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തുറന്നാ പോരെ? എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നീങ്ങോട്ട് പറ. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതിങ്ങനെ എല്ലാം എന്റെ അനിയന്റെ. നിന്റെ അനിയന് നിന്നോട് സ്നേഹമുണ്ട്. അതൊന്നും കോച്ചല്ലേ, ഇത് ക്രീമാ. ക്രീമിക്കൊള്ള മരുന്ന്. കുട്ടേട്ടാ, ഇത് മുഴുവൻ പാവകളാ. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിയിലെ തൃശ്ശൂർ പൂരത്തിന് പാവക്കച്ചവടം പണിയുന്നതാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയറ് പെരുമാലയ്ക്ക് വരാം. അവൾക്ക് കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുമെങ്കിൽ അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവിടെ പൂമ്പാറ്റകള്. പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കിട്ടിയില്ലെങ്കിൽ യൂറോ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നണേ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ
പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ടാ, കങ്കാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കുട്ടാ കിട്ടി, യൂറോ കിട്ടി. എവിടെ നോക്കുമോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കങ്കാരു ബാഗാ. യൂറോ യൂറോ. ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ ഇല്ലല്ലേ, അവൻ തരൂ? നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ല. ദാറ്റ്സ് ജർമ്മൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷയിൽ ചോദിച്ചാ അവൻ തരും. അത് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം TUF എന്നാലേ അവൻ ഓഫാകൂ. ഡയലോഗ് കേട്ട് കഥ പോയി TV ഓഫ് ഇടും. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ, അത് മോന് മനസ്സിലായില്ലല്ല. മോൻ കങ്കാരുമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ? ബാഗ് നോക്കടാ. ആക്രമണം കാണിക്കല്ലേ മോനെ. എണീറ്റ് എനിക്കട് ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊന്നും മാറ്റി. അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനിരിക്കോ, ബാഗ് ചന്ദ്രേട്ടനൂടെ. ഞാനങ്ങനെ എടുത്തി ഇത്ര നേരം മുകളിലുണ്ടായിരുന്നല്ല. ഒന്നും പറ്റിയില്ല. മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണ്, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ, രക്തം രക്തത്തെ തിരിച്ചറിയുന്ന. എന്തേനു രക്തത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 1,00,000 യൂറോ ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്നൊരു 500 യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് താൻ മറന്നുപോയ കോമഡി കളവാ. മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയല്ലേ നിന്റെ ഏട്ടൻ. മോന് വേണ്ടി എടുത്ത് ഈ വീടിന്റെ കാശ് ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി. ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിന്ന കയറുപിരി മാല. അതെടുത്ത് കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ യായായാലും എനിക്ക് അത്ര വിശ്വാസം ഇല്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ അതിന്ന് മെല്ലെ കാശെടുത്തോളാട്ടോ. ഒരു കാര്യം ഉറപ്പായി, യൂറോ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി, അവൻ നിന്റെ കയ്യില് യൂറോ തരാന്ന്. വാങ്ങിക്ക്. യൂറോ അല്ല, യൂറിൻ. മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്നോ ഇപ്പർക്ക് ഇള്ളക്കടാവല്ലേ. എന്നെക്കാൾ 4 വയസ്സ് കുറവേ ഉള്ളൂ. ശാരീരിക വളർച്ചയുള്ളവനാ. എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോന് ഞാൻ വേറെ ഒപ്പിച്ചു തരട്ടാ. നിനക്കൊരു പെങ്ങളില്ലടാ. മോൻ ഈ പിടി വിട്ടിട്ട് ആ ഉണക്ക കമ്പയിലേക്കാണ് പിടിച്ചോട്ടാ. വാ പൊളിച്ചു നിൽക്കേണ്ട കൂട്ടെ മൂത്രം ഒഴിപ്പിക്കണോ? താൻ ഒഴിക്കണ്ട, അവനൊഴിച്ചോളൂ. സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോ. ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. ഇപ്പൊ അവന് നിന്നെ ശരിക്കും മനസ്സിലായി. കേറിണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വര ഇതിന് ജർമ്മനിയിൽ നിന്ന് കുറ്റം പറിച്ച് പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വിളിച്ചാൽ നമ്മൾ തീറ്റിപ്പോ മാറ്റം കട. രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കണ. ഇനി ഞാൻ എവിടെ നിന്നാ ശരിയാവില്ല. എനിക്ക് പോയി രക്ഷപ്പെട്. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ഞണ്ണാമല്ലേ ഇരിപ്പുണ്ടോ അവിടെ? മേശ, കസേര, കട്ടില് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവോ ജർമ്മൻ ഷെപ്പേറിന്?
പിസ്സ ആ പൈസ പൈസന്ന് ഫുഡ് അടിക്കാനാ കൊടുക്കടാ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ അനിയൻ. ബർഗർ ബർഗർ എന്താ? ബഗർന്നോ? ആ, നിന്നെടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടവന്. ഫുഡ് 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 വരും. പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്ത് കൊടുക്കണം? നിന്റെ അനിയൻ നീ കൊടുക്കണം. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. ആ, തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, വട വേണ്ട. പഴംപൊരി, ആ. പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പനാ. ഉയ്യോ. ആകെ ഒരു 100 ചില്ലറുണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവ അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറോ ഇല്ലേ, അവനെടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണ്ണൊക്കെ പണയം വെക്കാം. ചേട്ടാ, ഇവിടെ ഈ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാ മതി. യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആര്? ഡോ, ആ ജർമ്മൻകാരൻ ന്യൂറോ ഇല്ലേ, ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അയാൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ ഞാൻ ജഡ്ജിയാ. മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും, മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ടൻ കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു. ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നെ. പോയെടുക്ക്, വേഗം വേഗം. സോറി. എവിടെ വന്നടാ? ഹലോ, ഞാൻ പറഞ്ഞു. നീ എവിടെ പോണ്? അത് അത്യാവശ്യം ഫോൺ വന്നു. ഇപ്പൊ വരും. ഫോൺ വന്നിട്ടാ. ഫോൺ റിംഗ് ചെയ്യാൻ ഞാൻ കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ, നീ പേടിക്കണ്ട. നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം അതാ ചോദിച്ചു. ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരുമോ? ഒന്ന് പോടാ അവിടെ. നീയേ അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്. അല്ലെ അയാൾ നിന്നെ പിടിച്ച് കഴിക്കും. നീയും വെറുതെ ഇരിക്കില്ല, നീ കഴിക്ക്.